ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇതിനകത്ത് എന്താണ് എസെൻഷ്യൽ ഫെസിലിറ്റി ഡോക്ട്രൈൻ എന്നാണ് പറയുന്നത് കോമ്പറ്റീഷൻ ആക്ടിനകത്ത്. സോ ബേസിക്കലി എസെൻഷ്യൽ ഫെസിലിറ്റി ഡോക്ട്രൈൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മാർക്കറ്റിനകത്ത് മോണോപ്പൊളിസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഡോമിനൻറ്റ് പൊസിഷനിൽ നിൽക്കുന്ന ഒരാൾ എന്ത് ചെയ്യണം, ആളുടെ റിസോഴ്സസ് മറ്റ് പ്ലെയേഴ്സിന്, അതായത് മറ്റ് കോമ്പറ്റീറ്റേഴ്സ് അല്ലെങ്കിൽ മറ്റ് മാർക്കറ്റിലുള്ള പ്ലെയേഴ്സിനും കൂടെ ഫെസിലിറ്റേറ്റ് ചെയ്യാനായിട്ട് കൊടുക്കണം ഇൻ ഓർഡർ ടു മെയിൻറ്റെയിൻ എ ഹെൽത്തി കോമ്പറ്റീഷൻ. അതാണ് ഈ ഒരു എസെൻഷ്യൽ ഫെസിലിറ്റി ഡോക്ട്രൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫോർ എൻ എക്സാമ്പിൾ, ഇപ്പോൾ ഞാനൊരു വലിയൊരു മോണോപ്പൊളിയാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, മറ്റ് കോമ്പറ്റീറ്റേഴ്സിന് എൻ്റെ റിസോഴ്സസ് കുറച്ചെങ്കിലും യൂസ് ചെയ്യാനായിട്ട് കൊടുക്കണം എന്നാണ്. എസെൻഷ്യൽ ആയിട്ടുള്ള ഫെസിലിറ്റീസ് അറേഞ്ച് ചെയ്യണം. ഇതിൻ്റെ അപ്ലിക്കബിലിറ്റിയിൽ ബേസിക്കലി 4 പോയിൻറ്റ്സ് ആണ് പറയുന്നത്. റെഫ്യൂസ് ടു ഡു ഡീൽ, സ്ട്രിക്റ്റ് ആപ്ലിക്കേഷൻ ഓഫ് കോമ്പറ്റീഷൻ ആക്ട്, റോൾ ഓഫ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ലോ, പിന്നെ ഈ 3 കാര്യങ്ങളാണ്. ഐ പി ലോൻ്റെ റോള് മറ്റ്